വീടിനകത്തൊരു തെമ്മാടിയാണെങ്കിലും പുറത്ത് ചിലർക്കെങ്കിലും നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടല്ലോ. ഗുഡ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഒരു കാപ്പി ഇടട്ടെ? എനിക്ക് വേണ്ട. വേദ, ഒരു നിമിഷം ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പ്ലീസ്. ഇതെന്താ പതിവില്ലാത്തൊരു ഭാഷ? ശരിക്കും താങ്ക്സ് ഉണ്ട് വേദ. ഞാനൊരു മോഷ്ടാവാണെന്ന് അച്ഛനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടും വേദ അത് വിശ്വസിച്ചില്ലല്ലോ. നീ ശരിക്കും ഒരു നല്ല കുട്ടിയാ. അത് മനസ്സിലാക്കാൻ വൈകിയത് ഞാനാ. ഇന്നു മുതൽ നമ്മൾ ശരിക്കും ഫ്രണ്ട്സാ. നിനക്ക് കൈ തന്നപ്പോ പെട്ടെന്ന് എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മ വന്നു. വിക്രം എന്തൊക്കെയായി പറയുന്നത്? ആ അതെ വേദ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, രേഷ്മ ശശി. കാണാൻ വേദയെ പോലെ തന്നെ ഉണ്ടാവും. എനിക്ക് വേണ്ടി അവള് പുളിഞ്ചിക്കായ പറിച്ചുകൊണ്ടുവരും, മഷിത്തണ്ട് ഒടിച്ചുകൊണ്ടുവരും. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പിറന്നാളിന് സമ്മാനമായിട്ട് വരാമെന്ന് പറഞ്ഞു പോയവളാ. സമ്മാനം വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങവേ ഒരു ലോറി അവിടെ. അയ്യോ, കഷ്ടമായിപ്പോയി. അതെ വേദ, ശരിക്കും കഷ്ടമായിപ്പോയി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ട്യൂഷൻ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ബിന്ദു കൃഷ്ണ, അവളും നിന്നെ പോലെ തന്നെയായിരുന്നു. ഒരു വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു വലിയ ട്രക്ക് വന്നവളെ. വല്ലാത്തൊരു വിധിയാണല്ലോ ഈശ്വര. അതെ വേദ, +2 പഠിക്കുമ്പോ ആര്യ സുരേഷിന്റെ കാര്യത്തിലും അത് തന്നെയാ ഉണ്ടായത്. ആണോ? അതും ലോറി ഇടിച്ചാണോ? അല്ല, അത് തീവണ്ടി അപകടം. തീവണ്ടിയോ? പെരുമൺ ദുരന്തം. അത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പല്ലായിരുന്നു? ആണോ? ഏത് ദുരന്തമാണെന്ന് ഓർമ്മയില്ല, പക്ഷെ ഏതോ ഒരു ദുരന്തമാണ്. ദുരന്തമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ വിധിയാണ് വേദ. എന്നെ സ്നേഹിച്ചവരെല്ലാം അകന്നു പോയിട്ടേ ഉള്ളൂ. കഷ്ടം. അതെ വേദ, നിനക്കും കൂടി ആ വിധി ഉണ്ടായാൽ എനിക്ക് സഹിക്കാൻ പറ്റാതാവും. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്ക്. എന്നെ അങ്ങ് മറന്നേക്ക്. മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ. എന്താ വിക്രമിന്റെ സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ? മാറ്റോ? വിക്രത്തിനോ? ഏട്ടത്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? വേദ ചിരിയോടെ ഇറങ്ങി വരുന്ന കണ്ടപ്പോ ഞാൻ കരുതി വിക്രം സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. അയ്യോ ഏട്ടത്തി, ഞാൻ വിക്രത്തിന്റെ സ്നേഹം കണ്ട് ചിരിച്ചതല്ല, അങ്ങേരുടെ മണ്ടത്തരം കേട്ട് ചിരിച്ചു പോയതാ. എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പുതിയ വല്ല മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. ആണോ? എന്താ സംശയം? പക്ഷെ എനിക്ക് തോന്നുന്നത് വിക്രമിന് വേദയോടുള്ള സമീപനത്തില് ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആ വള എടുത്തോണ്ട് പോവോ? എന്റെ ഏട്ടത്തെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല വിക്രത്തിന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഒരു വഴി അതാണെന്ന് തോന്നി അത് ചെയ്തു. അല്ലാതെ അതെടുക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ള വിചാരമൊന്നും വിക്രമിനുണ്ടായിട്ടില്ല. എന്നാലും ഒരു നല്ല കാര്യത്തിനായിരുന്നല്ലോ. അത് ഞാൻ സമ്മതിക്കുന്നു. ആ ക്യാരക്ടറിൽ അങ്ങനെയുള്ള ഷെയ്ഡ്സ് ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, അതൊരു സമാധാനം. അവന്റെ മനസ്സ് മാറും വേദേ. നിനക്കവനെ മാറ്റിയെടുക്കാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. ഞാനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് അതാ, ആ പഴയ വിക്രമിനെ തിരിച്ചു കിട്ടാൻ. അച്ഛനും അത് തന്നെയാ മനസ്സില്, പുറത്തേക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ. വേദ കുറെ കൂടി അവനോട് അടുക്കാൻ ശ്രമിച്ചു നോക്ക്. ഈ കാണുന്ന പരുക്കം മട്ട് അവൻ പിന്നീട് ഉണ്ടാക്കിയെടുത്തതാ. അങ്ങനെ ഒരാൾ ഈ രീതിയിൽ മാറണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കില്ലേ ഏട്ടത്തി?
എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന, പഠിക്കാൻ മിടുക്കനായിരുന്ന ഒരാള് ഈ രീതിയിൽ മാറുക, അത് സംഭവിക്കണമെങ്കിൽ അത്രയും വലിയൊരു സംഭവം ഉണ്ടായിരിക്കണം. അവന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വേദ. ഏറെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ഒരുപാട് അനുഭവിച്ചതാ. ഒരിക്കൽ ഏട്ടത്തെ എന്നോട് പറയാൻ ശ്രമിച്ചതാ. അന്ന് അമ്മ വന്ന് തടഞ്ഞു. ശരിക്കും എന്താ വിക്രമിന് സംഭവിച്ചത്? ഞാനിത് അമ്മയോട് തന്നെ ചോദിച്ചാലോ എന്ന് വിചാരിച്ചതാ. പക്ഷെ അമ്മ എന്നോട് തുറന്നു പറയില്ല എന്നൊരു തോന്നല്. അച്ഛനും വിക്രമും തമ്മില് ഇങ്ങനെ അകന്നു പോവാനുള്ള കാരണം എന്താ ശ്രീജേടത്തി? ഏട്ടത്തി വന്നു കയറുന്ന സമയത്ത് അവര് തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നില്ലേ? പിന്നെ എന്താ അവർക്കിടയിൽ സംഭവിച്ചത്? ശ്രീജേടത്തി പറഞ്ഞതുപോലെ വിക്രമിന്റെ സ്വഭാവം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റണമെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ലേ പറ്റൂ. ഞാൻ വിക്രമിന്റെ ഭാര്യയല്ലേ? ഞാൻ അറിയുന്നതിൽ എന്താ തെറ്റുള്ളത്? അല്ല, അത് അമ്മ വിളിക്കുന്നു, ഞാൻ ചെല്ലട്ടെ. മാഡം, ഇതെവിടെയാ ഇറക്കി വെക്കേണ്ടത്? ഇവിടെ തന്നെ ഇറക്കി വെക്കേണ്ടത്. ശരി. എന്താ ഇത്? ഇത്തിരി വീട്ടു സാധനങ്ങളാണ്. വീട്ടു സാധനങ്ങളോ? അതേ മോളെ, AC, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പാത്രങ്ങളും ഒക്കെയാ. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. ഈശ്വര, അവൾക്ക് കിടന്നുറങ്ങാൻ AC യോ? മുത്തശ്ശി, ആ മോളെ. മോളെ, അമ്മേ, എന്താ ഇതൊക്കെ? നിനക്കുള്ള മുത്തശ്ശിയുടെ സമ്മാനങ്ങളാ വീട്ടു സാധനങ്ങള്. എന്താ മുത്തശ്ശി ഇതൊക്കെ? ചില ചടങ്ങുകളൊക്കെ ചെയ്തല്ലേ പറ്റും മോളെ. ഇതെന്താ വീട് മാറിപ്പോകുന്നു? എന്താമ്മേ വണ്ടിയൊക്കെ ആയിട്ട്? അത് വേദയുടെ വീട്ടിൽ നിന്ന് വീട്ടു സാധനങ്ങളായിട്ട് വന്നതാ. പെൺവീട്ടുകാരുടെ ഒരു ചടങ്ങ്. ചടങ്ങോ? അതുകൊള്ളാലോ. എന്താ മുത്തശ്ശി, ഇമാതിരി ചടങ്ങൊക്കെ നടത്താൻ ഇത് കല്യാണമായിട്ട് നിങ്ങൾ ഇവളുടെ അച്ഛനൊക്കെ അംഗീകരിച്ചോ? ഇതില് വീട്ടു സാധനങ്ങളാണല്ലോ. ഇതുവരെ നിങ്ങളുടെ വീട്ടില് ഇവൾക്ക് മാത്രമേ വട്ടുള്ളൂ എന്ന് ഞാൻ കരുതിയിരുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് പ്രൂവ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണോ? വിക്രം, എന്താടി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് തലയ്ക്ക് വെളിവുള്ളവരാരും ഈ വീട്ടിൽ വന്ന് കേറില്ല. അഹങ്കാരം കൊണ്ട് മൂത്ത ഭ്രാന്താ നിന്റെ വീട്ടുകാർക്ക്. മതി, നിർത്തണം. അവരത് ചെയ്തു. സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണം. അത്രയുള്ളൂ. അത് തന്നെയാ ഞാനും ചെയ്യുന്നത്. ഈ ഒരു വണ്ടി മാലിന്യം ഉണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കണം. ഇനി ഇതിവിടെ കണ്ട അത് കത്തിച്ചു കളയാനും ഞാൻ മടിക്കില്ല. നിങ്ങളുടെ മകളായിട്ട് തന്നെ ഒരുപാട് ടെൻഷൻ എനിക്ക് തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളും കൂടി ടെൻഷൻ ഉണ്ടാക്കരുത് പ്ലീസ്. നോക്കൂ, നിങ്ങളുടെ മനസ്സെനിക്ക് മനസ്സിലാവും. ഒരു വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് ഇറക്കി വിടുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും എനിക്കറിയാം. പക്ഷേ അങ്ങനെ നടന്ന ഒരു വിവാഹമായി എന്റെ വീട്ടുകാരോ മോനോ അംഗീകരിക്കുന്നില്ല. ദയവേത് ഇതെല്ലാം കൊണ്ട് തിരിച്ചു പോണം. എടി വേതാളമേ, ഞാൻ അല്പനേരം സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് പോലെ നിനക്ക് സഹിക്കുന്നില്ലല്ലേ? ഇങ്ങനെ ഓരോ ദിവസവും എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഭ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞത് എന്റെ കുടുംബത്തെ പറ്റിയല്ലേ? എടി നിങ്ങൾ കമല, നിർത്താൻ പറ.
ഇതെല്ലാം വരുത്തി വെച്ചത് നിന്റെ മോൻ മാത്രമാണെന്ന് ഓതി കൊടുക്കാദ്യം. ഈ വീടിന്റെ മാനവും മര്യാദയാ ഇവൻ നാട്ടുകാരുടെ മുന്നിൽ ഇല്ലാതാക്കിയത്. അച്ഛാ, മാഷേ, ഈ വീടിന്റെ മാനത്തെ പറ്റിയും മര്യാദയെ പറ്റിയും പറഞ്ഞല്ലോ. തൊട്ടു മുൻപ് എന്റെ വീട്ടുകാരോട് കാണിച്ചത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ മാഷിന്? വിക്രം മിണ്ടരുത്. ഞാൻ സംസാരിക്കുന്നത് ഈ കുടുംബത്തിലെ നാഥനോടാണ്. വയസ്സായ മുത്തശ്ശിയും അമ്മയും കൂടി അവരുടെ പേരക്കുട്ടിയെയും മകളെയും കാണാൻ വന്നു. അതിത്ര വലിയ തെറ്റാണോ മാഷേ? ഒരു വീട്ടിലേക്ക് പോകുമ്പോ കൈയും വീശി പോകുന്നത് ശരിയല്ലെന്ന് നമ്മൾ പറയാറില്ലേ? പേരക്കുട്ടിക്കുള്ള സമ്മാനവുമായി അവര് കുറച്ചെന്തൊക്കെയോ കൊണ്ടുവന്നു. അത് അത്രയ്ക്ക് വലിയ അപരാധമാണോ? സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്, വല്ല പലഹാരങ്ങളോ സാരിയോ അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ ഒരു വീട്ടിലേക്കുള്ള സകല സാധനങ്ങളും എന്തിന് ചട്ടിയും കലവും അടക്കം കൊണ്ടുവരുന്നത് സമ്മാനമാണോ? അത് ഈ വീട്ടിലൊന്നും ഇല്ലാന്നറിഞ്ഞപ്പോ മനഃപൂർവ്വം ചെയ്തതല്ലേ? ഞാൻ അല്പം കൂടി മര്യാദയോടെ അവരോട് പെരുമാറണമായിരുന്നു. പത്മം, പോയ കാര്യങ്ങൾ എന്തായി? അത് നീ എങ്ങനെ അറിഞ്ഞു? ആദ്യം അമ്മ ചോദിച്ചതിനുള്ള ഉത്തരം പറയൂ. ഞങ്ങള് പോയതിൽ ഏത് കാര്യങ്ങളാ നീ ചോദിക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാലല്ലേ ഉത്തരം കൃത്യമാവുള്ളൂ. എന്നെ തുടർച്ചയായി നാണം കെടുത്തി അടങ്ങുമെന്ന് അവളോടൊപ്പം നിങ്ങളും തീരുമാനം എടുത്തിരിക്കുകയാണല്ലേ? ഈ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഇനി അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അമ്മേ? അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ ഞങ്ങൾക്ക് മനസ്സ് വരണ്ടേ ശങ്കര? എന്നിട്ട് എന്തായി? സാധനങ്ങളൊക്കെ കൊണ്ടുപോയ അതേപോലെ തന്നെ മടങ്ങി വരേണ്ടി വന്നില്ലേ? ആ മാഷ ആട്ടി ഇറക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ. എന്നാലും ശ്രീയേട്ടനും അച്ഛനും അറിയാതിരിക്കാനായി മുത്തശ്ശി ടൗണിൽ ചെന്ന് സാധനങ്ങൾ നേരിട്ട് ഓർഡർ ചെയ്തപ്പോഴോ? വല്ലാത്ത ബുദ്ധി തന്നെ. അതിബുദ്ധി ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്തായി? പകുതി വിലയ്ക്ക് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ? വെറുതെ കുറെ ആയിരക്കണക്കിന് രൂപ പാഴായത് മിച്ചം. എനിക്ക് നഷ്ടമായ പണത്തിന്റെ കണക്ക് ചോദിക്കാനും പറയാനും നീ ആയിട്ടില്ല ദീപ്തി. മിണ്ടാതിരിക്കെ. ഇവള് ചോദിക്കുന്നതിൽ എന്താ മുത്തശ്ശി തെറ്റ്? വെറുതെ ഇരിക്കുന്ന അമ്മയെ പറഞ്ഞിളക്കി മുത്തശ്ശി ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതിൽ ഒരു തെറ്റുമില്ലേ? അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ലേ ശങ്കര? എന്തു ഗുണം അമ്മ ഉണ്ടായത്? അമ്മ നാണം കെട്ട് ആ മുറ്റത്തുനിന്ന് മടങ്ങി പോന്നതോ? അങ്ങനെ നാണക്കേടുണ്ടായെന്ന് ആര് പറഞ്ഞു നിന്നോട്? ഞങ്ങള് മടങ്ങിയത് നിറഞ്ഞ മനസ്സോടെ തന്നെയാ ശങ്കര. എന്റെ കുട്ടി കയറി ചെന്നത് മാനവും അന്തസ്സും ഉള്ളൊരു വീട്ടിലേക്ക് തന്നെയാണെന്നുള്ള സംതൃപ്തിയോടെയാ. മതിയമ്മേ, വെറുതെ നുണ പറഞ്ഞു ഫലിപ്പിച്ച് എന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ മുത്തശ്ശിയോളം മിടുക്ക് വേറെ ആർക്കും ഉണ്ടാവില്ല ഇവിടെ. പരമശിവനും പാർവതിയും പിണങ്ങിയ കഥ പറഞ്ഞിട്ടാണല്ലോ ഒരുത്തി ആ വീട്ടിൽ കൊണ്ടാക്കിയത്. മതി, നിർത്ത്. നീ മുത്തശ്ശിയെ വിചാരണ ചെയ്യാൻ നോക്കണ്ട. അതിന് വേറെ ആളുകളുണ്ട്. ഓ ആയിക്കോട്ടെ, ഞാനൊന്നും മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കെ പത്മ. കുടുംബങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെ പറ്റി പറഞ്ഞ പുച്ഛിക്കുന്ന പ്രായമല്ലേ ഇവളുടേത്. ഇവളെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നീ എന്ന് ഞങ്ങൾ കൂടി ഈ ബാറിൽ വന്നിരുന്ന് ഈ മിച്ചറും സോഡും കഴിക്കണ പരിപാടി അങ്ങോട്ട് നിർത്തണം. എന്നിട്ട് ഇതുപോലൊരെണ്ണം അങ്ങനെ അടിക്ക്. അതോടെ നിന്റെ ഇപ്പോഴത്തെ ടെൻഷനൊക്കെ ഇല്ലാണ്ടാവും. വിക്രം, അടിക്കടാ, അടിക്ക്. വേണ്ട വിക്രമ, ടെൻഷൻ മാറാൻ തുടങ്ങി വയ്ക്കും. പിന്നെ നിർത്തുന്നതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവും. ഇല്ലാതിരിക്കുന്നതാ നല്ലത്. നീ ആ സാധനങ്ങളൊക്കെ തിരിച്ചാക്കേണ്ടിയിരുന്നില്ല. അതവിടെ വീട്ടുകാര് അവൾക്ക് കൊടുത്തതല്ലേ? അത് തിരിച്ചയക്കാൻ വേണ്ടെന്ന് പറയാൻ നിനക്കെന്ന അധികാരം? അവൾ എന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അത് വേണ്ടെന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. അത് ശരി. അപ്പൊ അവളെ നീ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ നിർത്താൻ പോവുകയാണോ? പിന്നല്ലാതെ അവൻ എന്ത് ചെയ്യാനാടാ?
തൊലിവെളുപ്പും പണക്കൊഴുപ്പുള്ള ഒറിജിനെ കിട്ടിയപ്പോ അവൻ എന്റെ മോളെ മറന്നില്ലേ? കുടിച്ചെങ്കിൽ വയറ്റി കിടക്കണം. വർക്ക്ഷോപ്പിൽ കിടന്ന് ബഹളം വെക്കുന്ന പോലെ ഇവിടെ കിടന്ന് അലമാക്കാൻ നിൽക്കരുത്. ഞാൻ അലമ്പാക്കട. നീ കാരണം കൊള്ളാവുന്ന ഒരു ആലോചന അവള് വേണ്ടെന്ന് വെച്ചു. ജർമ്മനിയിലേക്ക് പറക്കാനുള്ള ഒരു അവസരം അവളെ കളഞ്ഞു കുളിച്ചു. അതിന് കാരണക്കാരൻ നീയാണ്. ഞാനലമ്പാക്കട. താൻ ഇന്നെ കയ്യിൽ നിന്ന് മേടിക്കും. എന്നാ തല്ലടാ. എന്നെ തല്ലി കൊല്ല്. എന്നിട്ട് എന്റെ മോളെയും കൊല്ല്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നിന്നെ തല്ല. കൊറേ കാലായിട്ട് അയ്യപ്പന്റെ കൈ തയ്ച്ചോണ്ടിരിക്കുന്നു. അതെന്നെ തീർത്തിട്ട് തന്നെ കാര്യം. എന്തായത്? ഇത് വാറാണ്. എനിക്കെന്താ? അത് ഇയാളല്ലേ മെക്കെട്ട് കയറാൻ വന്നു? ഞാൻ മെക്കെട്ട് കയറണം. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചവനാടാ നീ. ജർമ്മനിയിലേക്ക് പറക്കണ പെണ്ണിനെ നീയാണ് ഇങ്ങനെയാക്കി. വിക്രം ഇങ്ങോട്ട് വന്നേ. വേണ്ട വന്നേ. ജോസഫേ നീ ആ ബില്ല് സെറ്റിൽ ചെയ്തേ. എന്നെ കൊന്നിട്ട് പോടാ നീ. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം ഞാൻ പറയണ നീയാണ് എന്റെ മോളെ ചതിച്ചതെന്ന്. അവളുടെ പ്രാക്ക് നിന്റെ തലയ്ക്ക് മുകളിലുണ്ടടാ. നശിച്ചു പോടാ കാലമാടാ. എന്റെ മോള് അവളൊരു പാവായിരുന്നില്ലടാ. എന്താ കൂടുന്നോ? ഞാൻ ചെയ്തോളാം, ഇങ്ങ് തരൂ. ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് മോശമായിട്ട് സംസാരിച്ചോ അമ്മ? എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? ഇതുവരെ അച്ഛനോട് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് നന്ദിനിയെടുത്തി പറഞ്ഞു. എന്നെ കുറെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഞാൻ അച്ഛനോട് ചെന്ന് സോറി പറയട്ടെ? എന്തിന്? ഞാൻ പറഞ്ഞതില് അച്ഛന് വിഷമം തോന്നിക്കാണോ? മോൾ അതിന് തെറ്റായി ഒന്നും പറഞ്ഞില്ലല്ലോ. മോളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് മാഷിനെ നീ തള്ളി പറഞ്ഞില്ല. തിരിച്ച് മാഷിനോട് നീ അവരെ ന്യായീകരിച്ച് സംസാരിക്കുകയും ചെയ്തു. ഒരു വീട്ടിലെ മരുമകളായി വരുന്നവൾക്ക് വേണ്ടുന്ന വലിയ ഗുണം അത് സ്വന്തം വീട്ടുകാരോടും ഭർത്താവിന്റെ വീട്ടുകാരോടും ഒരേ സ്നേഹവും ആദരവും കാണിക്കുക. അത് വലിയ കാര്യം മോളെ. കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവും. അത് മനസ്സിലാക്കി എപ്പോ എങ്ങനെ പെരുമാറണോ എന്ന തീരുമാനം എടുക്കുമ്പോഴാ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുക. അത് നിനക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാ. താങ്ക്സ് അമ്മ. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിന് അമ്മയ്ക്കാ ക്രെഡിറ്റ്. കഴുത്തിൽ വീണ താലിയുടെ ധൈര്യത്തിൽ ഞാൻ ബലമായി കയറി വന്നിട്ടും അമ്മ എന്നോട് പെരുമാറിയത് മകളെ പോലെയല്ലേ? ഒരു നയത്തിൽ ഞാൻ അവരെ പറഞ്ഞു വിട്ടേനെ അമ്മ. പക്ഷെ വിക്രം അവസാനം കയറി വന്ന് അത് വലിയൊരു വഴക്ക് പോലെയാക്കി. അല്ലെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് മോളെ അവന്റെ ശീലം. എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോ അവൻ മാത്രം പുറകിലോട്ട് തിരിയും. എല്ലാവർക്കും പകലാണെന്ന് ഉറപ്പുള്ളപ്പോഴും അവൻ മാത്രം രാത്രിയാണെന്ന് ശഠിക്കും. എന്തിനാ അമ്മേ ഇങ്ങനെ റിബലാവുന്നത്? അമ്മ നോക്കിക്കോ, വിക്രമിന്റെ ഇപ്പോഴത്തെ സ്വഭാവം എല്ലാം മാറും. ഞാൻ മാറ്റിയെടുക്കും. മുൻപൊരു വിക്രം ഉണ്ടായിരുന്നില്ലേ? ആ പഴയ വിക്രത്തെ അമ്മയുടെ മുൻപില് ഞാൻ കൊണ്ടുവന്ന് നിർത്തിത്തരും. ജനലുകളും വാതിലുകളും അടച്ചിട്ട ഒരു മുറിയാണ് വിക്രമിന്റെ മനസ്സിപ്പോ. കിടന്നുറങ്ങുന്ന ആ ചായ്പ് പോലെ തന്നെ അലങ്കോലം. അത് ഞാൻ തുറക്കും, ഉറപ്പ്.